ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നിധിയെ നികേഷും ഹരീഷും ഒക്കെ ചേർന്ന് സ്കൂട്ടി ഓടിക്കാൻ പഠിപ്പിക്കുകയാണ്. സുധീഷും കൂടി ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് നിധി പറയുന്നുണ്ട്, വേണ്ട, എന്നെ സുധീഷ് പഠിപ്പിക്കേണ്ട, കാരണം മുന്നേ പഠിപ്പിച്ച സമയത്ത് ഉരുട്ടിയിട്ടായിരുന്നല്ലോ, അതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഭാസ്കരൻ സുധീഷിനെ കളിയാക്കുന്നുണ്ട്. എടാ, നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസം 5 ആയില്ലേ, ഇതുവരെയും അവൾ നിന്നെ ഒരു ഭർത്താവായിട്ട് കണ്ടിട്ട് പോലുമില്ല. സുഭാഷിനെ ഉൾപ്പെടെ അവരെല്ലാവരും സഹോദരങ്ങളെ കാണുന്നത്, നിന്നെയും മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സുധീഷിനെ ഇട്ട് കളിയാക്കുകയും പ്രൊവോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം സുധീഷിന് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. നിധി ഒരു തരത്തിലും സുധീഷിനോട് ഒരു തരത്തിലുള്ള ഇഷ്ടവും കാണിക്കുന്നില്ലല്ലോ. ഇതൊക്കെ മനസ്സിൽ കിടക്കുന്ന സുധീഷ് ബാറിൽ പോയി ചെന്ന് ചെറുതായിട്ട് മദ്യപിക്കുന്നുണ്ട്. ബിയറെല്ലാം കുടിക്കും. തോമസ് ഏട്ടനും കൂട്ടിനുണ്ട്. ആ സമയത്ത് തോമസ് ഏട്ടനോട് സത്യങ്ങളെല്ലാം സുധീഷ് പറയുന്നുണ്ട്. വിവാഹം എങ്ങനെയാണെന്ന് നടന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബിയർ കഴിച്ച് അബോധാവസ്ഥയിലാവുന്ന സുധീഷ് നേരെ നിധിയുടെ റൂമിലോട്ട് വന്ന് നിധിയുടെ കൂടെ ബെഡിൽ കയറി കിടക്കുകയാണ്. നിധി പെട്ടെന്ന് സുധീഷിനെ തട്ടി മാറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. അങ്ങനെ നിധി ബഹളം വെക്കുന്നുണ്ട്. ആ സമയത്ത് സുഭാഷും ഹരീഷും എല്ലാം വരുന്നുണ്ട്. അങ്ങനെ സുധീഷ് പറയുന്നുണ്ട്, നിധി എൻ്റെ ഭാര്യയല്ലേ, ഭാര്യയുടെ കൂടെ അല്ലേ ഭർത്താവ് താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ സുധീഷ് ബിയറിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് സംസാരിക്കുന്നത്. നിധിക്ക് പെട്ടെന്ന് അതൊരു ഷോക്കാവുകയാണ്. നിധി പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ നിധിക്ക് അവിടെ നിൽക്കാൻ തോന്നത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇനി മാറി താമസിക്കണമെന്ന് നിധി തീരുമാനിക്കുന്നു. അങ്ങനെ രാവിലെ നിധി പഴുതുപോലെ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ സുഭാഷും ഹരീഷും എല്ലാം നിധിയോട് ഒരു ക്ഷമ പറയുന്നുണ്ട്. മോളെ, അവൻ തെറ്റാണ് ചെയ്തത്. സുഭാഷ് സുധീഷിനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. രാവിലെ ജോലിക്ക് പോകുന്ന നിധിയുടെ ഓഫീസിലെ തന്നെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടുണ്ട്. ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, നീ ഹോസ്റ്റലിൽ താമസിക്കുന്നത്, എനിക്ക് ഹോസ്റ്റലിൽ ഒരു റൂം ശരിയാക്കി തരാൻ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു താമസിക്കുന്ന ഹോസ്റ്റലിൽ തന്നെ ഒരു റൂം നോക്കാനായിട്ട് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് 3 മാസത്തെ റെൻറ്റ് ഒരുമിച്ച് കൊടുക്കണമെന്ന് പറയും. പക്ഷേ നിധിയുടെ കയ്യിൽ അത്രയും കാശില്ല. അങ്ങനെ നിധിയുടെ ഫ്രണ്ട് ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷേ ഒരു ലോക്കൽ ഗാർഡിയൻ്റെ പേരും കൂടി പറയണം അവിടെ. സുഭാഷിൻ്റെ പേരാണ് നിധി അവിടെ പറയുന്നത്. അതിനുശേഷം തിരിച്ച് വീട്ടിൽ വരുന്ന നിധി സാധനങ്ങളെല്ലായിടത്തും പാക്ക് ചെയ്യുകയാണ്. സുഭാഷിന് മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം നിധി പോകാനായിട്ടെല്ലാം റെഡിയായിരിക്കുക എന്നുള്ളത്. സുഭാഷിനൊന്നും പറയാനോ തടയാനോ ഒന്നും പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല അവിടെ. നിധിയുടെ തീരുമാനം തന്നെ നടക്കണമെന്ന് സുഭാഷും തീരുമാനിക്കുന്നുണ്ട്. അതിനുശേഷം നിധി സാധനങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് പോകാനായിട്ട് ഇറങ്ങുകയാണ്. നികേഷ് കാല് പിടിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിധി പറയും, ഇല്ല നികേഷ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിധി സാധനങ്ങളെല്ലാം എടുത്ത് നിധി അവിടെ നിന്ന് പോവുകയാണ്. ഹോസ്റ്റലിൽ ചെന്ന് റൂമെല്ലാം റെഡിയാക്കി നിധി അങ്ങോട്ട് താമസിക്കുന്നുണ്ട്. തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പം സുധീഷ് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് സുധീഷിന് നല്ല സങ്കടവും വിഷമവും ചെയ്തു പോയ തെറ്റിന് ഒരുപാട് കാല് പിടിച്ച് നിധിയോട് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിധി അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഫോണിൽ വിളിക്കുന്നുണ്ട്, ഓഫീസിൽ വരുന്നുണ്ട്. പക്ഷേ നിധി ഒരു തരത്തിൽ പോലും സുധീഷിനെ കാണാനോ സംസാരിക്കാനോ പോലും തയ്യാറാവുന്നില്ല. അതിനുശേഷം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഭാസ്കരൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഭാസ്കരൻ്റെ അടുത്തോട്ട് നേരെ വന്ന് സുധീഷ് ദേഷ്യപ്പെടും. നിങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നിങ്ങളല്ലേ പറഞ്ഞത് അവളെന്നെ ഭർത്താവായിട്ട് കാണുന്നില്ല, എൻ്റെ സഹോദരനെ പോലെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് അന്നത്തെ ആ ബിയറിൻ്റെ ഹാങ് ഓവർ ഞാൻ ചെയ്തു പോയതാണ്. ഞാൻ അവളോട് തെറ്റും ചെയ്തില്ല. അപ്പോഴത്തെ ആ ഒരു ബുദ്ധിമോശത്തിൽ സംഭവിച്ചു പോയതാണ്. നിങ്ങളതിനെല്ലാം കാരണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയും, എടാ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോ കള്ളു കുടിച്ച് അവളെ റൂമിലോട്ട് കയറി ചെല്ലാൻ? പറഞ്ഞില്ലല്ലോ, പറയുന്നതല്ലോ നീ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. ആ സമയത്ത് ഹരീഷിനോട് നടന്ന കാര്യങ്ങളൊക്കെ സുധീഷ് പറയുന്നുണ്ട്. അതിനുശേഷം ഹരീഷും പറയും, നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനം ഇന്നേ വരെ വീട്ടിലുണ്ടായിട്ടില്ല. ഇപ്പം കള്ളം കഴിച്ചുകൊണ്ട് വന്ന് ഏട്ടത്തെ പോലും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കില്ലേ എന്നൊക്കെ പറയും. അങ്ങനെ ഹരീഷും ഭാസ്കരനുമായിട്ട് സംസാരം ആവുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സുഭാഷ് വന്നിട്ട് പറയും, എടാ, നീയൊക്കെ ഒന്ന് നിർത്ത്. ഓരോരോ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഓരോ പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ചേർത്ത് ഉണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. ഭാസ്കരൻ അതൊക്കെ നല്ല വിഷമമാവും. ഇനി എത്രയും പെട്ടെന്ന് നിധിയോട് സത്യങ്ങളൊക്കെ പറയണമെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഭാസ്കരൻ നേരെ നിധി താമസിക്കുന്ന ഹോസ്റ്റലിലോട്ട് ചെല്ലുകയാണ്. അതിരാവിലെ ഭാസ്കരൻ ഹോസ്റ്റലിൻ്റെ വാതിലിൽ കാണുന്ന നിധി ചോദിക്കും, അച്ഛൻ എന്താ പതിവില്ലാതെ ഇവിടെ? അത് ഈ സമയത്ത് നിധി താഴോട്ട് ഇറങ്ങി ചെല്ലും. എന്താ വെച്ചാൽ ഇത് ലേഡീസ് ഹോസ്റ്റലാണ്, ഇവിടെ പുരുഷന്മാരെ അലൗഡ് ചെയ്യത്തില്ലെന്ന് പറയും. മോളെ, എനിക്ക് മോളോട് ഇച്ചിരി നേരം സംസാരിക്കണമെന്ന് പറയും. പുറത്തുനിന്ന് സംസാരിച്ചാൽ മതിയെന്ന് പറയും. അങ്ങനെ നിധി സംസാരിക്കുകയാണ്. മോളെ, സുധീഷ് ചെയ്തത് തെറ്റാണ്. പക്ഷേ ഞാനാണ് ഓരോന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ അവൻ ചെയ്തു പോയതാണ്. അവൻ അങ്ങനെയൊന്നും പെരുമാറുന്നവനെടുത്തൊന്നും അല്ല. വേണ്ട അച്ഛൻ ഇനി സുധീഷിനെ ന്യായീകരിക്കേണ്ട. സുധീഷ് എന്നെ വിവാഹം കഴിച്ചെന്നുള്ള ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് അങ്ങനെ പെരുമാറാൻ ശ്രമിച്ചത്. ഇനി ഞാനവിടെ നിന്നാൽ ശരിയാവത്തില്ല. മോളെ, ഞാൻ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് അവനെ കളിയാക്കിയൊക്കെ ചെയ്തപ്പം അപ്പോഴത്തെ ഇതിൽ അവൻ ചെയ്തു പോയതാണ്. മോള് ക്ഷമിക്കണം, മോള് തിരിച്ച് വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരനെ നിധിയോട് അപേക്ഷിക്കുന്നുണ്ട്. ഇല്ല അച്ഛൻ, അത് ശരിയാവത്തില്ല. എനിക്കിനി പഴയ കണക്ക് സുധീഷിനോട് പെരുമാറാൻ കഴിയത്തില്ല അച്ഛാ, അച്ഛനോട് ക്ഷമിക്കണമെന്നൊക്കെ പറയും. നിധിക്ക് തീരുമാനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല.
അതിനുശേഷം സുധീഷ് നിധിയുടെ ഓഫീസിലോട്ടൊക്കെ വരികയാണ്. പക്ഷേ ഓഫീസിൽ വരുന്ന സമയത്ത് നിധി സുധീഷിനെ മൈൻഡ് ചെയ്യത്തില്ല. ആ സമയത്ത് സുധീഷ് ഒരു കസിനാന്നുള്ള കാര്യം ഓഫീസിലെല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ചോദിക്കും, ഇതാരാ, നിൻ്റെ കസിനല്ലേ? ആ അതെ. എന്തു പറ്റി, കുറച്ച് നേരം കൊണ്ട് വന്നിവിടെ നിൽക്കുന്നുണ്ടല്ലോ? ആ അത് ഞാൻ അവൾ ചെറിയ ഒരു തമാശ കാണിച്ചു, അപ്പോൾ അവൾ അതിന് ദേഷ്യപ്പെട്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഓഫീസിലുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നിധി കൂളൊന്നും മൈൻഡ് ചെയ്യാതെ നിധി അങ്ങ് പോവുകയാണ്. അതിനുശേഷം നികേഷിന് നിധിയെ കാണാതിരിക്കുന്നതോറും അങ്ങ് ഭയങ്കര സങ്കടമാണ്. കാരണം ഒരു ചെറിയ പനി വന്ന സമയത്ത് ഒട്ടും കുറവില്ല. അങ്ങനെ രാവിലെ ആയപ്പം സുഭാഷിന് ജോലിക്ക് പോകണം. ആ സമയത്തേക്കും, എന്താ നികേഷ്, എനിക്ക് തീരെ വയ്യ സുഭാഷ് ഏട്ടാ എന്ന് പറയും. എനിക്ക് ഏട്ടത്തെ കാണണമെന്ന് പറയും. മോനെ, ഏട്ടത്തി ഇപ്പം വരത്തില്ലല്ലോ എന്ന് പറയും. നിധി വരും എന്ന് പറയും. അതിലേക്ക്, ഇല്ല, ഏട്ടത്തി സുധീഷിനോട് പണിക്ക് പോയതാണ്, അതുകൊണ്ട് ഇനി നിധി ഏട്ടത്തി വരത്തില്ലെന്നൊക്കെ നികേഷ് പറയും. ആ സമയത്താണ് സുധീഷും അങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് സമാധാനമായാലും ഏട്ടത്തി ഇവിടുന്ന് പറഞ്ഞു വിട്ടു, നിങ്ങളൊരാൾ കാരണമാണ് ഏട്ടത്തി ഇവിടുന്ന് പിണങ്ങി പോയെന്നൊക്കെ പറഞ്ഞ് നികേഷ് സുധീഷിനോട് ദേഷ്യപ്പെടുന്നു. എടാ, ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷിൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നികേഷിന് അങ്ങ് പനി കൂടുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് പറയും, എനിക്കെന്തായാലും ഇന്ന് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവൻ ചെയ്യാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോകുന്നത്, വേണ്ട ഏട്ടൻ പൊയ്ക്കോളാൻ പറയും. അപ്പം സുധീഷും പറയും, സുഭാഷ് ഏട്ടൻ പൊയ്ക്കോ, ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. എടാ, നീ നോക്കുമോ അതോ നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകും? ഇല്ല, ഞാൻ നോക്കിക്കോളാം, സുഭാഷ് ഏട്ടൻ പൊയ്ക്കോളാൻ പറയും. നീ ശ്രദ്ധിച്ചോണേ, അവന് തീരെ സുഖമില്ലാതിരിക്കുക എന്നൊക്കെ പറയും. അങ്ങനെ രാവിലത്തുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം സുഭാഷ് ജോലിക്ക് പോവുകയാണ്. സുഭാഷിന് ഒരു സമാധാനമില്ല നികേഷിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നത്. മുന്നേ പനിയൊക്കെ വന്നപ്പോൾ നിധി നല്ലോണം കെയർ ചെയ്തിരുന്നു നികേഷിനെ. അങ്ങനെ ആ സമയത്ത് നികേഷ് ഇങ്ങനെ അവിടെ കിടക്കുകയാണ്. സുധീഷ് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം സുധീഷ് ഇറങ്ങി അങ്ങ് പോവും. അപ്പോഴത്തേക്ക് നികേഷിന് അങ്ങ് പനി അങ്ങ് കൂടുകയാണ്. ആ സമയത്ത് രാത്രി ആകുമ്പോഴത്തേക്ക് സുഭാഷ് വരും. ആ സമയത്ത് സുധീഷ് നോക്കുമ്പോഴത്തേക്ക് നികേഷിന് നല്ല രീതിയിൽ പനി കൂടുകയാണ്. ആ സമയത്ത് സുഭാഷിനങ്ങ് ദേഷ്യം വരും. കാരണം സുധീഷിനെ ഏൽപ്പിച്ചിട്ടാണല്ലോ ജോലിക്ക് പോയത്. അപ്പോഴത്തേക്ക് പറയും, അതിനുശേഷമാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. എടാ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നികേഷിൻ്റെ അടുത്ത് തന്നെ കാണാം, അവന് തീരെ സുഖമില്ലായിരിക്കുമെന്ന്, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നീ എന്താ ഇങ്ങനെ പെരുമാറുന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷ് പിന്നെയും സുധീഷിനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. സുധീഷിന് മൊത്തത്തിൽ അങ്ങ് ദേഷ്യവും കയറി അങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നിധി പോയതിൻ്റെ ടെൻഷനും ചെയ്തു പോയ തെറ്റിൻ്റെയൊക്കെ മൊത്തത്തിലങ്ങ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് ഇവന് തീരെ വേഗം ഇവൻ പറയേണ്ടായ സുഭാഷ് ചേട്ടാ, ഇവൻ മിണ്ടാതെ കിടന്നുകൊണ്ടല്ലേ ഞാനൊരു ആവശ്യത്തിനായിട്ട് പുറത്തോട്ടിറങ്ങി പോയത്, എന്താവശ്യമുണ്ടെന്ന് നിനക്ക് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു, എന്തെങ്കിലും അവന് പറ്റിപ്പോയ ആരും ഉത്തരവാദിത്വം പറയും എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അങ്ങ് പിന്നെയും ദേഷ്യപ്പെടുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഹരീഷ് സുധീഷും കൂടി പിന്നെ അതിൻ്റെ പേരിൽ അങ്ങ് സംസാരമാവും. അതിനുശേഷം എനിക്ക് നിധിയേട്ടത്തെ സംസാരിക്കണം, നിധിയേട്ടത്തെ കാണണമെന്നൊക്കെ പറഞ്ഞ് നികേഷ് അങ്ങ് കരയാൻ തുടങ്ങും. അങ്ങനെ സുഭാഷിൻ്റെ ഫോണിൽ നിന്ന് നിധിയെ വിളിക്കുമ്പോൾ, ഞാനാ ഏട്ടത്തി, നിനക്ക് എന്ത് പറ്റി നികേഷ്, സുഖമില്ലെന്ന് ചോദിക്കും. എനിക്ക് നല്ല സുഖമില്ല ഏട്ടത്തി, മുമ്പ് എനിക്ക് പനി വന്നപ്പോൾ ഏട്ടത്തിയല്ലേ എന്നെ കെയർ ചെയ്തത്, എൻ്റെ അമ്മയെപ്പോലെ, എനിക്ക് ഏട്ടത്തെ കാണണം, ഏട്ടത്തി ഇങ്ങോട്ട് തിരിച്ചു വരണം ഏട്ടത്തി, എനിക്ക് ഏട്ടത്തെ കാണാതിരിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് നികേഷ് അങ്ങ് കരയാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നിധിക്കും അങ്ങ് ഭയങ്കര സങ്കടവും. നികേഷിനെ ഒരു കുഞ്ഞനിയനെ കണക്കാണ് നിധി കൊണ്ടു നടന്നിട്ടുള്ളത്. എന്തിനും ഏതിനും സപ്പോർട്ടാണ് നികേഷ്. അപ്പോഴത്തേക്ക് പറയും, ഞാൻ വരാം, നിന്നെ കാണാൻ ഞാൻ വരാമെന്ന് പറയും, നീ കരയണ്ടെന്ന് പറയും. അങ്ങനെ നികേഷിനെ കാണാനായിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നിധി ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരികയാണ്. നിധിയെ കാണുന്നത് നികേഷിനങ്ങ് ഭയങ്കര സന്തോഷമാവും. അപ്പോഴത്തേക്ക് പനിയൊക്കെ അങ്ങ് പോയ കണക്കാവും അങ്ങ്. ഉടനെ ഏട്ടത്തി കയ്യിലൊക്കെ പിടിച്ചിട്ട്, ഏട്ടത്തി പോവല്ലേ ഏട്ടത്തി, സുധീഷ് ഏട്ടനോട് തെറ്റ് ചെയ്തു പോയി, ഇനി സുധീഷ് ഏട്ടൻ അങ്ങനൊന്നും ചെയ്യത്തില്ല ഏട്ടത്തി, ഞങ്ങളെയൊന്നും ഉപേക്ഷിച്ച് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും. ഇല്ല സുധീഷ്, ഇല്ല നികേഷ്, എനിക്ക് പോകണം, ഞാൻ നിനക്ക് സുഖമില്ലാത്തതുകൊണ്ട് മാത്രം വന്നതാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയും. ഉടനെ സുഭാഷ് പറയും, ആഹാ മോള് വന്നോ, മോളെ കാണണമെന്ന് പറഞ്ഞ് ഇവൻ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നെന്ന് പറയും. എനിക്ക് തോന്നി, അതുകൊണ്ടാണ് സുഭാഷ് ഏട്ടാ ഞാൻ വന്നതെന്ന് പറയും. മോള് വല്ലതും കഴിച്ചോ? ഇല്ല, ഹോസ്റ്റലിലെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഹോസ്റ്റലിലെ ഫുഡൊക്കെ മഹാമോശമാണെന്ന് പറയും. സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കുന്ന ഫുഡ് പോലൊന്നും വരത്തില്ലെന്ന് പറയും. എങ്കിൽ മോളിരിക്കും, ഞാൻ ഫുഡ് എടുത്ത് തരാമെന്ന് പറയും. അങ്ങനെ സുഭാഷ് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും. സുഭാഷ് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ നിധിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം സുഭാഷ് ഉണ്ടാക്കുന്ന ഫുഡാണല്ലോ കുറച്ച് ദിവസം കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന്. അങ്ങനെ ഹോസ്റ്റലിലെ ഫുഡ് തീരെ മോശമാണ് സുഭാഷ് ഏട്ടാന്ന് പറയും. അങ്ങനെ ഫുഡൊക്കെ കൊടുക്കും. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം സുഭാഷും പറയും, മോളെ മോൾക്ക് ഇവിടെ നിന്നാൽ പോരെ, ഇനി സുധീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും ഉണ്ടാകത്തില്ലെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കാണ് സുധീഷും അങ്ങോട്ട് വരുന്നത്. സുധീഷിനെ കാണുമ്പോൾ നിധി മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. എങ്കിലും സുധീഷ് പറയും, തന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി, ഈ താനിവിടെ നിൽക്കുന്നതിന് ഞാനൊരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാം എന്നൊക്കെ പറഞ്ഞ് നിധിയെടുത്ത് പിന്നെയും ക്ഷമ പറയുകയാണ്. അതിനുശേഷം നികേഷ് തിരിച്ച് ഹോസ്റ്റലിലോട്ട് വരും. ഹോസ്റ്റലിലോട്ട് വന്നു കഴിയുമ്പോൾ നിധിയുടെ മനസ്സ് മുഴുവൻ നികേഷും വീട്ടുകാരുമാണ്. നികേഷ് നിധിയോട് കാണിക്കുന്ന സ്നേഹവും സുഭാഷിൻ്റെയൊക്കെ ഒരു കെയറിങ്ങും ഒക്കെ കാണുമ്പം നിധിക്ക് തിരിച്ച് കിളിക്കൂട്ടിലോട്ട് തന്നെ പോയാൽ മതിയെന്ന് തോന്നും. കാരണം അവരെ ഒന്നും പിരിഞ്ഞ് അധിക ദിവസം ഇരിക്കാൻ നിധിക്ക് കഴിയത്തില്ല. അപ്പോഴത്തെ ഒരു വാശിപ്പുറത്താണ് നിധി അവിടെ നിന്ന് ഇറങ്ങി പോയത്. പിന്നെ അതൊക്കെ കൊണ്ട് നിധിക്ക് നല്ല സങ്കടമുണ്ട്. അപ്പോൾ
അങ്ങനെ നിധി സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തന്നെ നിധി തിരിച്ച് വീണ്ടും കിളിക്കൂട്ടിലോട്ട് തിരിച്ചെത്തുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി വരാൻ പോകുന്ന ആഴ്ചയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ പിണക്കമൊക്കെ മാറി നിധി വീണ്ടും തിരിച്ചും കിളിക്കൂട്ടിലോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും നല്ല നല്ല കഥകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.